നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണപ്രേമികളുടെയും വിവാഹ പാർട്ടികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് പുതുചരിത്രം കുറിച്ചു. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഗ്രാം വില ഇന്ന് 30 രൂപ ഉയർന്ന് 7555 രൂപയും പവൻ വില 240 രൂപയും ഉയർന്ന് 60,440 രൂപയുമായി. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 60,440 രൂപയായി. വെള്ളി വിലയും ഇന്ന് മുന്നോട്ട് തന്നെ. ഗ്രാം വില 1 രൂപ വർദ്ധിച്ച് വീണ്ടും 99 രൂപയിലേക്ക് എത്തി. 22 ക്യാരറ്റ് സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 1325 രൂപ കുറവാണെന്നത് 18 ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വെള്ളി വില ഇന്ന് ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച് 99 രൂപയിലെത്തിയിരുന്നു. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ 3% GST, 53.10 രൂപ ഹോൾമാർക്ക് ചാർജ്, പണിക്കൂലി എന്നിവയും ബാധകമാണ്. പണിക്കൂലി ഓരോ ജ്വല്ലറിയിലും ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് 3 മുതൽ 30% വരെയാകാം. മിനിമം 5% പണിക്കൂലി കണക്കാക്കിയാൽ ഇന്നൊരു പവൻ ആഭരണത്തിന് കേരളത്തിൽ 65,420 രൂപ നൽകണം. 1 ഗ്രാം ആഭരണത്തിന് 8,178 രൂപയും. വിവാഹം ഉൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കാണ് ഇത് തിരിച്ചടിയാവുന്നത്. രാജ്യാന്തര വിലയിലെ വർധനവാണ് കേരളത്തിലെ വിലയെ സ്വാധീനിക്കുന്നത്. ഇന്ന് വില ഔൺസിന് $2,752 നിന്ന് ഉയർന്ന് $2,777 വരെ എത്തി. 2024 ഒക്ടോബർ 31 കുറിച്ച $2,790 എന്ന റെക്കോർഡ് വൈകാതെ മറികടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ വില കൂടും. പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡറൽ റിസർവിനോട് ആവശ്യപ്പെടുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. ഫെഡറൽ റിസർവുമായി കൊമ്പ് കോർക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. എന്നാൽ ഇത് അത്ര എളുപ്പമാവില്ലെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. സൗദി അറേബ്യയോടും ഒപെക് രാജ്യങ്ങളോടും എണ്ണവില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും വില കുറച്ചാൽ പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡറൽ റിസർവിനോട് നിർദ്ദേശിക്കുമെന്നാണ് ട്രംപ് ഡാവോസിൽ നടന്ന വേൾഡ് ഇക്കോണമിക് ഫോറത്തിൽ നടത്തിയ വിർച്വൽ പ്രസംഗത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ US പ്രസിഡന്റിന് ഒപെക്കിന് മേൽ അധികാരമില്ല. ഇതിലെ അംഗങ്ങൾക്കാണ് വില സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനാവുക. അതേസമയം ഫെഡറൽ റിസർവിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇതിനു മുമ്പും ട്രംപ് ഉൾപ്പെടെയുള്ള പല പ്രസിഡന്റുമാരും ഫെഡറൽ റിസർവിനെ പലിശക്കാര്യത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യ കാലയളവിൽ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചത്. US പ്രസിഡന്റിന് പലിശ നിർണയത്തിൽ റോൾ ഉണ്ടാകണമെന്ന് ഓഗസ്റ്റിൽ നടന്ന ക്യാമ്പയിനിലും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചിരുന്നു. ഇത് ഇറക്കുമതി വർധനവിനും ഇതുവഴി വ്യാപാര കമ്മി ഉയരാനും ഇടയാക്കിയിരുന്നു. അതിനാൽ ഫെബ്രുവരി 1 നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ തീരുവ വീണ്ടും ഉയർത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം തുടരുന്നത് രൂപയുടെ മൂല്യം ഇടിയുകയും സ്വർണ്ണവില കൂട്ടുകയും ചെയ്യും. അമേരിക്കയിൽ ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങളും വില ബാധിക്കും. രാജ്യങ്ങൾക്ക് മേൽ ഉയർത്തുന്ന തീരുവ ഏർപ്പെടുത്തുന്നത് വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുകയും സ്വർണ്ണവില വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ക്രിപ്റ്റോ കറൻസിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളും സ്വർണ്ണവില ഉയർത്തും. പശ്ചിമേഷ്യ സംഘർഷങ്ങൾക്ക് അയവ് വരുന്നത് സ്വർണത്തിന്റെ വില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ട്രംപിന്റെ നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ് വിപണിയെ ബാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.